ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹസാർഡ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫാർമ ഇൻഡസ്ട്രിയിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ ടൈപ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ, അതിന്റെ പ്രിവെൻഷൻസ് എന്തൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 7th സെമസ്റ്റർ ബി ഫാം ഇൻഡസ്ട്രിയൽ ഫാർമസി 5th യൂണിറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ അധികം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഹസാർഡ്സ് എന്ന് പറയുന്നത്. 10 മാർക്കിന്റെ ഡിസ്ക്രൈബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ഇറ്റ്സ് ദെയർ പ്രിവെൻഷൻ, എക്സ്പ്ലെയിൻ എനി ടു ഹസാർഡ്സ്, explain chemical hazards, explain pharmaceutical hazards, industrial hazards and safety, types of hazards, what is hazards, definition of hazards, and what are fire hazards and electrical hazards and mechanical hazards. അപ്പൊ ഇതിലുള്ള ഓരോന്നും 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഹസാർഡ്സുകൾ പേരെടുത്ത് ചോദിക്കുക അല്ലെങ്കിൽ പേരെടുക്കാതെ എനി ടു എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദിസ് ഈസ് യുവർ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ആഫ്റ്റർ ദ സെഷൻ യു വിൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഡിസ്ക്രൈബ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ലൈക്ക് മെക്കാനിക്കൽ ഹസാർഡ്സ്, chemical hazards, electrical hazards, fire hazards and pharmaceutical hazards and their causes and prevention. So let's start with the definition of hazards. So simple ആയിട്ടുള്ള വളരെ ഭയങ്കരമായിട്ടുള്ള സാധനമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അൺഇന്റന്റഡ് ആയിട്ട് നടക്കുന്ന എന്ത് കണ്ടീഷൻസിനെയും, അത് ഒരു ഇഞ്ചുറിയിലോട്ടോ ഡെത്തിലോട്ടോ അല്ലെങ്കിൽ ലോസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ പ്രോപ്പർട്ടിയിലോട്ടോ ലീഡ് ചെയ്യുന്ന എന്ത് കണ്ടീഷനെയും വിളിക്കുന്ന പേരാണ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. സോ ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എനി കണ്ടീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡസ്ട്രീസ് that can cause injury or death to the personnels or loss of product or property of the industry. അതിനെയാണ് നമ്മൾ ഹസാർഡ്സ് എന്ന് വിളിക്കുന്നത്. Now അതിന്റെ റിലേറ്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഈ ഹസാർഡ്സ് ഇല്ലാത്തൊരവസ്ഥ, ഫ്രീഡം ഫ്രം ദിസ് occurrence of the risk of injury or loss is known as safety. So industrial safety as well as employer safety is very, very important, which refers to the protection of workers from the danger of industrial accidents. So hazards എന്ന് പറയുന്നത് is an inevitable part of any industry. Pharmaceutical industry മാത്രമല്ല, if there is any kind of mechanical or electrical, any substance is used, there is a chance for this kind of events, since we are handling with the potent chemicals, high pressure equipments, flammable solvents as well as biological materials. So this is very mandatory to for the safety of the personnel who are working there and also for the complaints of good manufacturing practice. So we have to follow different regulatory requirements like OSHA as well as WHO as well as CDSCO. OSHA is the Occupational Safety and Health Administration. So there are some guidelines to be maintained for pharmaceutical or any kind of industry where there is any chances of this kind of hazards like mechanical or like hazards. Now coming to the classification of hazard, there are many classifications like mechanical hazard, chemical hazard, electrical hazard, fire and explosion hazards, biological hazard, pharmaceutical hazards, ergonomics hazards and psychosocial hazards. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ വി വിൽ സി വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഇസ് മെക്കാനിക്കൽ ഹസാർഡ്സ്. സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, there will be some kind of accident due to some kind of moving parts from the equipment which is used in the manufacturing process. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള മൂവിംഗ് പാർട്ട് മെഷീനറീസുകൾ, എക്യുപ്മെന്റ്സുകൾ കൊണ്ട് ഉണ്ടാവുന്ന ഹസാർഡ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ലൈക്ക് മൂവിംഗ് പാർട്സ് ഓർ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്, ഷാർപ്പ് എഡ്ജ്, പിഞ്ച് പോയിന്റ്സ് ആസ് വെൽ as unexpected machine startup. So these are the some of the causes of this kind of mechanical hazards. Now this mainly happen in an area of production, packaging as well as മെയിൻ്റനൻസ് ഏരിയ. അപ്പോ HAV സിസ്റ്റം ഉള്ള സ്ഥലത്ത് സംഭവിക്കാറുള്ള ചാൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഏരിയയിൽ സൈസ് റിഡക്ഷൻ പോലെയുള്ള എക്യുപ്മെന്റ്സുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മൂവിംഗ് പാർട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വരാറുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡെഫിനിഷൻ ഓഫ് മെക്കാനിക്കൽ ഹസാർഡ് വിച്ച് ഈസ് റെഫേഴ്സ് ടു ദ പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് physical injury due to the movement of the machinery or equipments. That is the definition of mechanical hazards. Now coming to common sources of mechanical hazard in a pharmaceutical industry. So this is very specific to pharmaceutical industry in case of tablet manufacturing machines. നിങ്ങൾക്ക് അതിന്റെ പാർട്സുകളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ റൊട്ടേറ്ററി ടാബ്ലറ്റ് പഞ്ചിങ് മെഷീൻ ഒക്കെ കണ്ടിട്ടുണ്ട്, അതിന്റെ പാർട്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്.
സോ ദർ ഈസ് ആൻ ടറേറ്റർ, അപ്പർ ടൊറേറ്റർ ആൻഡ് ലോവർ ടറേറ്റർ. അതിൽ ഒരു ടറേറ്റർ മൂവിങ് ആയിരിക്കും. ആ മൂവിങ് ടറേറ്ററിന്റെ ഇടയിൽ ഡൈ ആൻഡ് പഞ്ചസ് ഇടക്കിടക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അതിന്റെ ഇടയിലൊക്കെ കൈ കുടുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പഞ്ചസിന്റെ ഇടയിൽ, ഡൈന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള ഇഞ്ചുറി വരാനുള്ള ചാൻസസുകൾ ഉണ്ട്. Then granulator as well as mixers. So everything will be working on an rotating motion with a fast blade or pedals. So there is a chance for injury. Then blister packing machine like heat sealers as well as cutter. ഓട്ടോമാറ്റിക് ആയിട്ട് പാക്കിംഗ് നടക്കുന്ന ഏരിയയിലൊക്കെ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പറയുന്ന സാധനങ്ങളെ അതേ ഓൺ ദ സ്പോട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ദെൻ ബോട്ടിൽ ഫില്ലിംഗ് മെഷീൻ, കൺവേയേഴ്സ് ബെൽറ്റുകൾ ഉണ്ട്, പിസ്റ്റൺ ഫില്ലേഴ്സുകൾ ഉണ്ട്. അതിന്റെ ഇടയിൽ ഇതുപോലുള്ള ഇഞ്ചറി വരാനുള്ള ചാൻസുകൾ ഉണ്ട്. ദെൻ സൈസ് റിഡക്ഷൻ മെഷീൻസ് ലൈക്ക് മില്ലിംഗ് മെഷീൻസ്, ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് ബ്ലേഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈ മെക്കാനിക്കൽ ഹസാർഡ്സ് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. സോ ദീസ് ആർ ദ സം ഓഫ് ദ സോഴ്സസ്. Now, what are the different causes for this mechanical hazard? എന്തുകൊണ്ട് നമുക്ക് എല്ലാ ഹസാർഡ്സും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിനുള്ള കാരണം എന്താണ്, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് ആൻസറിൽ എഴുതേണ്ടത്. അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് എഴുതിക്കൊള്ളണം. സോ മെക്കാനിക്കൽ ഹസാർഡ്സിന്റെ കോസസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ ഗാർഡിങ്. ഇപ്പൊ മൂവ് ചെയ്യുന്ന പാർട്ടിന് ചുറ്റും എന്തെങ്കിലും ഒരു അത് കവർ ചെയ്യാനുള്ള സാധാരണ ഒരു സെറ്റപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത രീതിയിലുള്ള മെഷീൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റലി കൈ തട്ടാനോ അല്ലെങ്കിൽ ക്ലോത്ത് കുടുങ്ങാനോ, കുറച്ച് ലൂസ് ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ ആണെങ്കിൽ ഇത് ഈ മൂവിങ് പാർട്ടിന്റെ ഇടയിൽ കുടുങ്ങാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. സോ അൺകവേർഡ് ബെൽറ്റ്, ഗിയർ, ബ്ലേഡ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഇന്റർലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടാവുന്നതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഗാർഡിങ് വഴിയുള്ള ഹസാർഡ്സിന് കാരണമാകുന്നത്. സംടൈം ഹ്യൂമൻ എറർ ആയിരിക്കും, ലൈക്ക് ഇൻ അറ്റൻഷൻ. അവിടെ ഒരു മൂവിങ് പാർട്ട് ഉണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ആക്സിഡന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇൻ അറ്റൻഷൻ ആണ്. അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്ന് അയാൾക്ക് അറിയാം, എന്നിട്ടും അത് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില സമയത്ത് ദേ ആർ യൂസിങ് സം കൈൻഡ് ഓഫ് ബൈപാസിംഗ് മെത്തേഡ് അതർ ദാൻ ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇപ്പോ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഭാഗത്തു കൂടെ കൈയിടരുത് എന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ആവശ്യത്തിന് എളുപ്പത്തിന് അപ്പുറത്ത് നടക്കാനുള്ള മടിയാവുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലൂടെ കൈയിടാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാം. Then poor maintenance, another cause for this kind of mechanical hazard. ഏത് സാധനമാണെങ്കിലും റെഗുലർ പീരിയഡിൽ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കണം. ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഫോർ വിയർ ആൻഡ് ടയർ. തേയ്മാനം വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അങ്ങനെ തേയ്മാനം വരുന്ന സമയത്ത് ദർ വിൽ ബി മിസ് അലൈൻമെന്റ് ഓഫ് ദിസ് എക്യുപ്മെന്റ്സ്. പല സാധനങ്ങളും ബോൾട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ തേയ്മാനം വന്നിട്ട് ഇതിന്ന് ഊരിപ്പോരാനും അത് തെറിച്ചു വരാനൊക്കെ ഉള്ള ചാൻസസുകൾ ഉണ്ട്. Then leak causing slip near the moving equipments. Then inadequate training, that is another important thing. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാള്, ഈവൻ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ എക്യുപ്മെന്റ്സ്, ന്യൂ ആയിട്ട് അറൈവ് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ ആ എക്യുപ്മെന്റ് വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടാത്ത ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദർ ഇസ് എ ചാൻസ് ഫോർ മെക്കാനിക്കൽ ഹസാർഡ്. ദെൻ ഇൻകറക്റ്റ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഷട്ട് ഡൗൺ പ്രൊസീജിയർ, ഇതൊക്കെ ഈ ഇൻഎഡ്യൂക്കേറ്റ് ട്രെയിനിങ്ങിന്റെ പ്രോബ്ലം ആണ്. Then automation error. Sometimes the system will be automated with some kind of logical control system. Okay, അപ്പൊ അതൊക്കെ കൺട്രോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പറയുന്ന സാധനങ്ങളുടെ സ്റ്റാർട്ടപ്പും അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ഒക്കെ നടക്കുന്ന സമയത്തും ഇതുപോലെയുള്ള മെക്കാനിക്കൽ ഹസാർഡ്സുകൾ ഉണ്ടാവാനുള്ള ചാൻസസുകൾ ഉണ്ട്. ഓക്കെ. ഇനി എന്തായിരിക്കും മേജർ ആയിട്ടുള്ള എഫക്ട്? ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസുകൾ ചിലപ്പോൾ മൈനർ ഇഞ്ചുറി ആയിരിക്കാം, ജസ്റ്റ് ലൈക്ക് കട്ട്, അബ്രഷൻ ഓർ ബ്രീസിയസ് പോലെയുള്ള സാധനങ്ങളായിരിക്കും. അല്ലെങ്കിൽ മേജർ ഇഞ്ചുറി, ചിലപ്പോൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ആംബ്യൂട്ടേഷൻ, കഷ്ണം മുറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇഞ്ചുറി വരാനുള്ള ചാൻസസുകൾ ഉണ്ട്. ചിലപ്പോൾ ചതയുന്ന പോലെ ക്രഷ് ഇഞ്ചുറി പോലെയുള്ള സാധനങ്ങൾ വരാനുള്ള ചാൻസസുകൾ ഉണ്ട്. ആൻഡ് ഏറ്റവും ഫേറ്റൽ ആയിട്ടുള്ള ആക്സിഡൻസുകൾ വരെ വരാനുള്ള ചാൻസ്, അത്രയും വലിയ മൂവിങ് പാർട്സുകളൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ ആൾ അതിന്റെ അകത്ത് കയറാനും, ഹൈലി സ്പീഡ് മെഷീൻസിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫേറ്റൽ ആയിട്ട് ആൾ മരിച്ചു പോകാൻ പറ്റാവുന്ന അത്രത്തോളം എഫക്ട്സുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസുകൾ ഉണ്ട്. ഓക്കെ. നൗ ഹൗ വിൽ വി പ്രിവെന്റ്? എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്ന പ്രിവെന്റീവ് മെഷേഴ്സുകൾ? ഈ പറയുന്ന മെക്കാനിക്കൽ ഹസാർഡ് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സുകൾ എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ ഈസ് എഞ്ചിനീയറിംഗ് കൺട്രോൾ. ആ മെഷീൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ മെഷീൻ ഗാർഡിങ്സുകൾ കൊടുക്കുക, പ്രോപ്പർ ആയിട്ട് മൂവിങ് പാർട്ടിന്റെ മുകളിലോട്ടൊന്നും കൈ തട്ടാതിരിക്കാൻ അത് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗാർഡിങ്സുകൾ കൊടുക്കാം. ദെൻ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻസുകളൊക്കെ വരുന്ന സമയത്ത് ഒരു എമർജൻസി ബട്ടൺ, സ്റ്റോപ്പ് ബട്ടൺസുകളൊക്കെ
നമ്മൾ അതിനനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ മൂവിങ് പാർട്ട് ഈ ഒരു സ്വിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു എമർജൻസി സ്റ്റോപ്പ് ബട്ടൺസുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ ഓട്ടോമാറ്റിക് സേഫ്റ്റി മെഷേഴ്സുകൾ ലൈക്ക് പ്രോഗ്രാംഡ് ലോജിക് കൺട്രോൾ ബേസ്ഡ് സിസ്റ്റംസുകളൊക്കെ യൂസ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള ആക്സിഡൻസുകൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മൂവ്മെന്റിൽ ഈ പറയുന്ന ബ്ലേഡിന്റെ മൂവ്മെന്റിലോ ഫോഴ്സിലൊക്കെ മാറ്റം വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും ആ മെഷീനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ലോജിക്കൽ കൺട്രോൾ സിസ്റ്റംസുകളൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റംസുകളൊക്കെ യൂസ് ചെയ്യാം. ദെൻ റെഗുലർ മെയിൻ്റനൻസ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ വോൺ ആൻഡ് ടയർ ഒക്കെ വന്നിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ റെഗുലർ ആയിട്ട് അങ്ങനെയുള്ള പാർട്സുകൾ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, ഇത് എക്യുപ്മെന്റ്സ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് എഞ്ചിനീയറിംഗ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയെടുക്കുക. ഈ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിൽ എന്ത് വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, അതിന്റെ ഓർഡർ എങ്ങനെയാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ദെൻ വർക്ക് പെർമിറ്റ് കൊടുക്കുക. എന്തെങ്കിലും ഒരു ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാർ മാത്രമേ അസൈൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ലാക്ക് ഔട്ട് ആൻഡ് ടാഗ് ഔട്ട് ഫോർ ഐസൊലേറ്റ് എനർജി സോഴ്സസ് ബിഫോർ ദ മെയിൻ്റനൻസ്. മെക്കാനിക്കൽ ഷെഡ്യൂൾ പ്രകാരം അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിലോട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി സോഴ്സുകളൊക്കെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രൊസീജിയറുകൾ നടക്കുക. ആൻഡ് തേർഡ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് അവയർനെസ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. പുതിയൊരാൾ വരുന്ന സമയത്തും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ പുതുതായിട്ടൊരു എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഹസാർഡ്സ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിംഗ് ദ ഇൻഡക്ഷൻ ആസ് വെൽ ആസ് റിഫ്രഷർ പ്രോഗ്രാം, അതുപോലെ മോക്ക് ഡ്രിൽസുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുക. ഇങ്ങനെ ഒരു എമർജൻസി കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ, യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഇപ്പൊ ഇതുപോലെയുള്ള മൂവിങ് പാർട്സുകളൊക്കെ ഉള്ള എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും സേഫ്റ്റി ഗിയർസുകൾ ഇടുക. ഹെൽമെറ്റ്, ഗൂഗിൾസുകൾ, അതുപോലെ ഗ്ലൗസുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ ദിസ് ഈസ് ദ പ്രിവെൻഷൻ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഫോർ മെക്കാനിക്കൽ ഹസാർഡ്. And what are the different regulatory requirements for prevention of this kind of mechanical hazards? So, ഇപ്പോൾ ഇന്ത്യയിലും ഇന്റർനാഷണലും ആയിട്ടുള്ള കുറച്ച് ലോസുകളാണുള്ളത്. ആദ്യത്തത് ഇന്ത്യയിലാണെങ്കിൽ ഫാക്ടറി ആക്ട് 1948, അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് വർക്ക് കണ്ടീഷൻ കോഡ് 2020, ഷെഡ്യൂൾഡ് M D&C ആക്ട്. ഷെഡ്യൂൾഡ് M ഈ പറയുന്ന സാധനത്തെ എല്ലായിടത്തും വരും എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഷെഡ്യൂൾ M എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ബിൽഡിങ്ങിന്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടും GMP-യുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വരുന്നതാണ് ഷെഡ്യൂൾ M എന്ന് പറയുന്നത്. അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇന്റർനാഷണലി ആണെങ്കിൽ OSHA, അതായത് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഗൈഡ് ലൈൻസുകൾ, മെഷീൻ ഗാർഡിംഗ് സ്റ്റാൻഡേർഡ്സുകൾ ഫോളോ ചെയ്യണം. ISO 45001 2018 occupational health and safety management system. So these are the different regulatory safety guidelines for the mechanical hazard. Okay, so that is the first hazard, mechanical hazard. Now coming to the second hazard, that is chemical hazards. ഇപ്പൊ പേര് തന്നെ ക്ലിയർ ആണ്. സാധാരണഗതിയിൽ വരുന്ന റിസ്കുകൾ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ടോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കൽസ്, പല രീതിയിലുള്ള ടോക്സിസിറ്റി, അത് ചിലപ്പോൾ സ്കിന്നിലായിരിക്കാം, ബേൺ ആയിരിക്കാം, റെസ്പിറേറ്ററി ഇഷ്യൂസ് ആയിരിക്കാം, റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി ആയിരിക്കാം, മ്യൂട്ടാജെനസിറ്റി ആയിരിക്കാം, കാർസിനോജെനസിറ്റി ആയിരിക്കാം, സ്കിൻ സെൻസിറ്റൈസേഷൻ ആയിരിക്കാം, ചെറിയ ചൊറിച്ചിൽ മുതൽ വളരെ സിവിയർ ആയിട്ടുള്ള മ്യൂട്ടാജനിക് അല്ലെങ്കിൽ കാർസിനോജനിക് ഇന്റേണൽ ആയിട്ട് കടക്കുന്ന സമയത്ത് അത് റീപ്രൊഡക്റ്റീവ് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടോക്സിസിറ്റി ഒക്കെ ആയിരിക്കാം. സോ this is the risk associated with the exposure to the harmful substances. So that is the definition of chemical hazard. These are the risk associated with the exposure to the harmful effects which may cause adverse effects like poisoning, burns, respiratory issues, reproductive toxicity, mutagenicity, carcinogenicity, etc. So these are some of the examples of chemical and their exposure limits which will cause different kinds of hazards. Ethyl alcohol up to 1000 ppm, acetone 1000 ppm, methyl chloride 125 ppm. So I just showing this kind of table because it is not like that every chemicals have toxicity at a certain level. ചിലതിൽ ചെറിയ ലെവലിൽ എത്തുന്ന സമയത്ത് തന്നെ
ചെറിയൊരു എക്സ്പോഷർ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഹയർ ടോക്സിസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ചിലതിന് വലിയൊരു ഡോസ് വരുന്ന സമയത്ത് മാത്രമേ ഈ പറയുന്ന ടോക്സിസിറ്റീസുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നൗ ദീസ് ആർ സം ഓഫ് ദ സോഴ്സസ് ഓഫ് കെമിക്കൽ ഹസാർഡ്സ്. ലൈക്ക് ഇറിറ്റന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചില സമയത്ത് എയർബോൺ ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസുകളൊക്കെ വരാം. ലൈക്ക് പോഡോഫിലോ ടാക്സിൻസ് അല്ലെങ്കിൽ ഇപ്പിക്കാക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ എയർബോൺ ആയിട്ട് തന്നെ പൗഡർ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ചിലത് എക്സ്ഫിക്സിയൻസുകളാണ്. ഇറ്റ് വിൽ കോസ് സം കൈൻഡ് ഓഫ് അൺകോൺഷ്യസ്നെസ് ഫീലിംഗ് ഓർ സം കൈൻഡ് ഓഫ് uncomfortable feeling when we inhale this kind of gases like carbon dioxide, methane, hydrogen cyanide, hydrogen sulfide, helium, nitrogen, etc. And sometimes some gases may produce narcotic effects, some hallucinogenic effect or some kind of anesthetic effect like acetone, ether, chloroform, methyl ethyl ketones. And sometimes some gases will produce carcinogenic effects like coal tar, ക്രിസോട്ടോൺ ഓയിൽ, ആന്ത്രോസിൻ ഓയിൽ, പാരഫിൻ ഓയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ടോക്സിസിറ്റി കൂടും. ആൻഡ് ദിസ് ടോക്സിസിറ്റി വിൽ വാരി അക്കോർഡിംഗ് ടു ദ ഫോം ഓഫ് കെമിക്കൽസ് ആസ് വെൽ ആസ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ലൈക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ടോക്സിസിറ്റി, എക്സെട്ര. സോ ദീസ് ആർ ദ സം ഓഫ് ദ സോഴ്സസ്. Now we are classifying the chemical according to their potency or substance material. There are six classification A, B, C, D, E, F. So A composed of compressed gas or dissolved gas or liquefied gas. വർക്ക് പ്ലേസിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ എ എന്ന് ക്ലാസ് എ എന്ന് പറയുന്ന കെമിക്കൽ ഹസാർഡ് ക്ലോസ് ചെയ്യുന്ന ചില കെമിക്കൽസുകൾ. ക്ലാസ് ബി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസസുകളാണ്. ഓക്കെ, ദെൻ സി എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ലൈക്ക് സബ്സ്റ്റൻസസുകളാണ്. ലൈക്ക് ഓക്സിഡൈസർ, ഓർഗാനിക് പെറോക്സൈഡ്, ക്ലോറേറ്റ്, നൈട്രിക് ഓക്സൈഡ്, അതുപോലെ തന്നെ ഓർഗാനിക് പെറോക്സിഡൈസ് ലൈക്ക് ടെട്രാ ഹൈഡ്രോഫ്ലൂറസോൺ. ദെൻ ക്ലാസ് ഡി എന്ന് പറയുന്നത് പോയിസണസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ലൈക്ക് സയനൈഡ്സ്, ടീ സാൾട്ട്, ആസ്പെറ്റോസ് പോലെയുള്ള സാധനങ്ങൾ. ക്ലാസ് ഇ എന്ന് പറയുന്നത് കൊറോസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ലൈക്ക് സ്ട്രോങ് ആസിഡ്സ് ആസ് വെൽ ആസ് ബേസ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ദെൻ ക്ലാസ് എഫ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് റിയാക്റ്റീവ് മെറ്റീരിയൽസ് ലൈക്ക് എത്തിലിൻ ഓക്സൈഡ്, ഓർഗാനിക് സൾഫേറ്റ്. Then pyrophosphoric material like 5-phosphorus. Now, these are the common sources. In pharma industry, we may have some kind of chemical hazards from solvents like ethanol, methanol, acetone. So it will cause some kind of potential hazard like flammability, inhalation toxicity. Then API, active pharmaceutical ingredients, sometimes cause chemical hazards like corticosteroid, antibiotic, hormones. They will produce allergic reaction and cytotoxicity. Then cleaning agents like sodium hypochlorite, which have an ability to corrosive nature. അപ്പൊ ബേണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ടോക്സിക് ആണ്. പൊള്ളുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാവുക. സ്കിന്നിൽ വരുന്ന സമയത്ത്, എക്യുപ്മെന്റ്സിലോട്ട് ഈ പറയുന്ന സാധനങ്ങൾ വരുന്ന സമയത്ത് കൊറോഷൻ പോലെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, then reagents like acid, bases, peroxides, it will produce burns, respiratory distress. Then dust and powders like lactose, paracetamol, inhalational as well as explosion. ഈ ലാക്ടോസ് പോലെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഫ്ലെയിമബിലിറ്റി കാണിക്കുന്ന സാധനങ്ങളാണ് ലാക്ടോസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഓക്കെ, now what will be the effect to the individual or human being? Acute effects like skin irritation, respiratory problem, headache, ചെറിയ ചെറിയ കുറച്ച് സമയത്തിനുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവാം. ക്രോണിക് ആയിട്ടുള്ള ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് ഡിസ്ട്രസ് പോലെയുള്ള കണ്ടീഷൻസുകൾ ഉണ്ടാവാം. സ്പെഷ്യൽ കേസസിൽ ലൈക്ക് ഹൈലി പൊട്ടന്റ് API പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ സിസ്റ്റമിക് ആക്ഷൻസുകൾ, ലോ ടോക്സിസിറ്റിയിൽ തന്നെ സിസ്റ്റമിക് ആക്ഷൻസുകൾ ഉണ്ടാവാം. വാട്ട് ആർ ദ ഡിഫറെന്റ് കോസസ്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന കെമിക്കൽ ഹസാർഡ്സ് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാനുള്ള ചാൻസുകൾ? ഫസ്റ്റ് വൺ ഈസ് ഇംപ്രോപ്പർ ഹാൻഡലിംഗ്. പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ സാധാരണഗതിയിൽ ഒരു ഫാർമ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന റിയേജൻസുകളൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട്, ലിക്വിഡ്സുകളൊക്കെ ആണെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് എടുക്കാനും വിഡ്രോ ചെയ്യാനും അത് റിയാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഏരിയ, അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതില്ലാതെ മാനുവൽ ആയിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് വിത്തൗട്ട് പ്രോപ്പർ കണ്ടെയ്ൻമെന്റ്, അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസുകളൊന്നും എടുക്കാതെ, ചിലത് ഗ്ലൗസ് ഇട്ട് എടുക്കേണ്ടതായിരിക്കും, ചിലത് നമ്മളെ ഹാൻഡിൽസുകൾ വെച്ചിട്ട് എടുക്കേണ്ടതായിരിക്കും. അതൊന്നും നോക്കാതെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്ട് വിത്ത് ഹസാർഡസ് കെമിക്കൽസ്, ദാറ്റ് ഈസ് അനദർ കോസ്. Then inadequate ventilation ഇല്ലാത്ത അവസ്ഥ. So sometimes some chemicals are volatile in nature.
So if you are handling it without in a condition without proper ventilation, it will produce some kind of suffocation. ഓക്കെ, അപ്പോ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്യൂം ഹുഡ്സുകൾ അല്ലെങ്കിൽ ലോക്കൽ എക്സോസ് സിസ്റ്റം ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കെമിക്കൽ അസാർഡ്സിന്റെ ഇന്റൻസിറ്റി കൂടും. Then poor housekeeping. So maintenance and sanitization is very very important. സോ എവിടെയെങ്കിലും ആക്സിഡന്റൽ ആയിട്ട് സ്പില്ലായി പോയി എന്ന് വിചാരിക്കുക കെമിക്കൽ, പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് അതിന്റെ ഹൗസ് കീപ്പിംഗ് ആൾക്കാർ അത് ക്ലീൻ ചെയ്യാതെ വരിക, അത് റിമൂവ് ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ സോ ആക്സിഡന്റലി അറിയാതെ അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് അറിയാതെ വേറൊരാളായിരിക്കും അത് പോയി ടച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി കോസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽ അസാർട്സ്. ദെൻ ഇൻകറക്റ്റ് ലാബലിംഗ് ആൻഡ് സ്റ്റോറേജ്. സോ നമ്മൾ എപ്പോഴും വിയർ ഹൗസിംഗിന്റെ പ്രാക്ടീസിൽ പറയുന്ന കാര്യമാണ്, വി ഹാവ് ടു സെഗ്രിഗേറ്റ് ദ കെമിക്കൽ അക്കോർഡിംഗ് ടു ഇറ്റ്സ് നേച്ചർ. വളട്ടൈൽ ആയിട്ടുള്ള സാധനങ്ങൾ വേറെ വെക്കണം, റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വേറെ വെക്കണം, സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേറെ വെക്കണം. ഇങ്ങനെ വെക്കാതെ റിയാക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസുകൾ ബാക്കിയുള്ള കെമിക്കൽസിന്റെ കൂടെ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഫോർ കെമിക്കൽ അസാർട്സ്. ദെൻ എക്യുപ്മെന്റ് ഫെയിലിയർ. സംടൈംസ് ഈവൻ വി ആർ യൂസിങ് സം കൈൻഡ് ഓഫ് ഓട്ടോമാറ്റഡ് മെഷീൻസ്, ദർ ഇസ് എ ചാൻസ് ഫോർ ലീക്കേജ് from this kind of pipe or some kind of reactor. So this will cause chemical hazards. Then human error. So if we are deviating from the SOP, standard operating procedure, എന്ന് deviate ചെയ്തിട്ടാണ് എന്തെങ്കിലും രീതിയിലുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ there is a chance for chemical hazard. Now, how will we prevent this? What are the prevention measurement for chemical hazards? So we have to use it in a closed system. That is the ഫസ്റ്റ് കൺട്രോൾ. എഞ്ചിനീയറിംഗ് കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ, പൊട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസുകളൊക്കെ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ, അത് മിക്സിംഗ് നടക്കുന്ന സ്ഥലത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. Then we have to install the foam hoods as well as biosafety cabins as well as local exhaust ventilation. Then we have to keep the explosion proof equipments. ലൈക്ക് ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുണ്ടാക്കുന്ന സ്പാർക്കുകളോ അങ്ങനെയൊക്കെ ഉള്ള ചാൻസുകൾ ഇല്ലാത്ത രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഈ ഫ്ലെയിമബിൾ ഏരിയയിൽ യൂസ് ചെയ്യണം. ദെൻ ഓട്ടോമാറ്റിക് ഡിസ്പെൻസിങ് ആൻഡ് വെയിങ് സിസ്റ്റംസുകൾ യൂസ് ചെയ്യണം. മാനുവലി ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് എഞ്ചിനീയറിംഗ് കൺട്രോളിൽ വരുന്നത്. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ സം കൈൻഡ് ഓഫ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ്. അപ്പോ SOP പോലെ തന്നെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലെ തന്നെ ഓരോ മെറ്റീരിയൽസുകളും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഷീറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഇതിന് എത്ര ഗ്രാം എടുത്തു, അത് എങ്ങനെ എടുത്തു, അത് ആരെടുത്തു, കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഡാറ്റ ഷീറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം. Then of course there should be a standard operating procedure. Then regulatory evaluate all the procedure to ensure effective removal of the chemical. Segregation of the chemical storage based on their nature. Volatile ആയിട്ടുള്ള സാധനങ്ങൾ സെപ്പറേറ്റ്, അതുപോലെ കൊറോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ സെപ്പറേറ്റ്. Then inventory control, another important thing. കെമിക്കൽ അസാർട്സ് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ കെമിക്കൽ സ്റ്റോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇൻവെന്ററി കൺട്രോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എത്രയാണോ നമുക്ക് മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള സോൾവെന്റ് അല്ലെങ്കിൽ കെമിക്കൽസ്, അത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുക, അത് മാത്രം സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. Then receive material from the reputed suppliers. ഇപ്പോ നമ്മള് വിയർ ഹൗസിംഗിലൊക്കെ നമ്മൾ ക്വാളിറ്റി അഷുറൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരു സാധനത്തിന്റെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു അനലൈസ് ദ ആരാണോ സപ്ലൈ ചെയ്യുന്നത് അവരുടെ ഡാറ്റ നമ്മൾ എടുക്കണം, അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ ട്രാക്ക് റെക്കോർഡൊക്കെ മെഷർ ചെയ്തിട്ട് വേണം എടുക്കാനെന്ന് പറഞ്ഞു. Then ensure proper labeling. That is another administrative control. Then personal protective equipmentsകൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഗൂഗിൾസുകള്, ഷീൽഡുകള്, കെമിക്കൽ റെസിസ്റ്റന്റ് ആപ്രോൺസുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഇൻ കേസ് ഇനി എമർജൻസി വരുന്ന സമയത്ത് അതിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഹൈ വാഷ് സ്റ്റേഷൻ, എമർജൻസി ഷവേഴ്സ്, പെട്ടെന്ന് കഴുകാനും. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ വരുന്നത് കണ്ണിലാണ്. നമ്മൾ എന്ത് സാധനം ഫ്യൂമിഗേറ്റിംഗ് ആയിട്ടുള്ള എന്ത് സാധനങ്ങൾ വന്നു കഴിഞ്ഞാലും നോസും അതുപോലെ കണ്ണുമാണ് പെട്ടെന്ന് അത് സെൻസിറ്റൈസ് ചെയ്യുക. പെട്ടെന്ന് അവിടെയാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് പെട്ടെന്ന് മനസ്സിലാവുക. Then spill kits and fire extinguishers, then mock drills. So these are the some of the preventive measures for chemical hazards. Now again, regulatory requirements for chemical hazard. Factory Act അവിടെ ഉണ്ടാവും, Schedule M അവിടെ ഉണ്ടാവും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അതിന്റെ കൂടെ MSDS Complaints for Environmental Protection Act എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോ, അതുപോലെ തന്നെ OSHA, then registration of evaluation,
authorization and restriction, REACH regulation of EU, then global harmonized system for labeling as well as classification as an international regulation. So these are some of the regulatory as well as safety guidelines for chemical hazards. Now coming to the electrical hazards. So as the name indicates, these will be the some kind of danger posed by electric current or equipment which may cause some kind of electrical shock, burns, arc, flash as well as explosion, electrical fire and equipment manufacturing and downtimes. So ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലൊക്കെ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലൊക്കെ GMP ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി we are using some more kind of equipments with the electrical connection. So there is a chance for this kind of problems. So these are some of the causes. First one is faulty wires as well as cabling. So equipments ഒക്കെ പ്രോപ്പർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. But without considering the load of equipments, they may be using some kind of wires with different thickness. വയർ കൊടുക്കുക എന്ന് പറയുന്നത് ലോഡിനനുസരിച്ചിട്ടുള്ള വയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയറുകൾ അല്ലെങ്കിൽ എക്സ്പയറി ആയിട്ടുള്ള വയറുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഷോക്കിനുള്ള പ്രോബ്ലംസുകൾ, ഫയർ ഉണ്ടാവാനുള്ള ചാൻസസുകളൊക്കെ ഉണ്ടാവും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻസുലേഷൻ ഫെയിലിയർ. സോ നമ്മൾ എപ്പോഴും ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയറാണ് യൂസ് ചെയ്യുക. സോ വി ഹാവ് ടു കണക്ട് ഇൻ ബിറ്റ്വീൻ ഇഫ് ദർ ഈസ് എനി ബ്രേക്കേജ്. അവിടെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ മാനുവലി ആയിട്ടായിരിക്കും നമ്മൾ അത് കണക്ട് ചെയ്യുന്നുണ്ടാവുക. ആ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ ഈ പറയുന്ന ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസസുകൾ ഉണ്ട്. ദെൻ ഇംപ്രോപ്പർ ഗ്രൗണ്ടിങ്, നമ്മൾ എർത്ത് കൊടുക്കുക എന്ന് പറയും. അപ്പൊ സാധാരണഗതിയിൽ എക്സസ് ആയിട്ടുള്ള കറണ്ട് ഒക്കെ വരുന്ന സമയത്ത് അത് എർത്തിലോട്ട് നമ്മൾ അതിനെ ഡയറക്റ്റ് ചെയ്യും. ഇപ്പോൾ എല്ലാ എക്യുപ്മെന്റ്സുകളും അതിന്റെ മെറ്റൽ പാർട്സ് നിന്ന് ഒരു വയറ് നമ്മൾ നിർബന്ധമായിട്ടും എർത്തിങ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ലീക്കേജ് ഉണ്ടാവും. ഇനി ഓവർലോഡ് സർക്യൂട്ട്സുകൾ ഉണ്ടാവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വരുന്ന ലോഡിനേക്കാളും കൂടുതലായിട്ട് എക്യുപ്മെന്റ്സിലോട്ട് അവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലോഡ് താങ്ങാത്ത പ്രശ്നം വരുന്നതും അതിന്റെ ഓവർ ഹീറ്റിംഗ്, അതുപോലെ തന്നെ ബ്രേക്കർ ഡ്രിപ്പിംഗ് പോലെയുള്ള കണ്ടീഷൻസുകളൊക്കെ ഉണ്ടാവും. ദെൻ വെറ്റ് കണ്ടീഷൻസ്. ഇപ്പൊ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഏരിയയിൽ, നനഞ്ഞു നിൽക്കുന്ന ഏരിയയിൽ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ഹസാർഡ്സിനുള്ള ചാൻസസുകൾ കൂടുതലാണ്. ദെൻ കമ്പോസ്റ്റബിൾ ആൻഡ് എക്സ്പ്ലോസീവ്. സംടൈംസ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പോകുന്ന സമയത്ത് ചില കെമിക്കൽസുകൾ അത് എക്സ്പാൻഡ് ചെയ്യാനും ആ ഹീറ്റ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എക്സ്പ്ലോഷൻ ഉള്ള ചാൻസസുകൾ ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി കമ്പോസ്റ്റബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ലിക്വിഡ് ആണെങ്കിൽ ആ ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യാനും, അതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാനും അത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ചാൻസസുകൾ ഉണ്ട്. ദെൻ പുവർ മെയിൻ്റെനൻസ്, ലാക്ക് ഓഫ് റൂട്ടീൻ ചെക്കപ്പ് ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഇലക്ട്രിക്കൽ ഹസാർഡ്സിനുള്ള ചാൻസസ് ആണ്. അൺട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽസുകൾ, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസുകൾ വയറിംഗ് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നൊക്കെ സംഭവിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ ഹസാർഡ്സിനുള്ള കോസ് ആണ്. ഇനി ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ്? ഇലക്ട്രിക്കൽ ഹസാർഡ്സ് തന്നെ പല ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പറയാ. ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറയും. അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഷോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രൂ ദ ബോഡി കോസിങ് ഇഞ്ചുറി. സംടൈം ഇറ്റ് വിൽ കോസ് ബേൺ. പ്രോപ്പർ ആയിട്ടുള്ള ആർക്ക് വരുന്ന സമയത്ത് പൊള്ളലായിട്ടായിരിക്കും ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഹസാർഡ്സുകൾ ഉണ്ടാവുക. ദെൻ ആർക്ക് ഫ്ലാഷ് ആസ് വെൽ ആസ് ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വളട്ടൈൽ ആയിട്ടുള്ള ലിക്വിഡ്സുകളൊക്കെ വരുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലോഷൻ ഉള്ള ചാൻസുകൾ ഉണ്ട്. ദെൻ ഇലക്ട്രോക്ഷൻ, ഫേറ്റൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഒറ്റയടിക്ക് ചിലപ്പോൾ ആള് തട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് അത്രത്തോളം സിവിയർ ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ള ഫേറ്റൽ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഫയർ, ഇഫ് ദർ ഈസ് ആൻ ഫ്ലെയിമബിൾ മെറ്റീരിയൽ around the area of electrical shock or arc, there is a chance for explosion or fire. So these are the different types of electrical hazard. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? എഞ്ചിനീയറിംഗ് കൺട്രോൾ ആണ് ഫസ്റ്റത്തെ കൺട്രോൾ എന്ന് പറയുന്നത്. സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസുകൾ യൂസ് ചെയ്യാം. സോ നമ്മളൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആദ്യ കാര്യങ്ങൾ ഫ്യൂസ് ആയിരുന്നു. ഫ്യൂസ് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര കട്ടിയുള്ള വയർ കൊണ്ടൊക്കെ ഇടും. സംഗതി ഫ്യൂസ് എന്ന് പറയുന്നത് ഇതുപോലെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് വരുന്ന സമയത്ത് പോവാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. ഓക്കെ, അത് പെട്ടെന്ന് ബ്രേക്ക് ആവണം. കറണ്ട് കണക്ഷൻ ഫർദർ വരുന്നത് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോ
വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ചെറിയ ഓവർലോഡ് വരുന്ന സമയത്ത് തന്നെ ഫ്യൂസ് പോകണം. ഫ്യൂസ് പോകുന്ന സമയത്ത് മാത്രമാണ് അവിടെ സേഫ്റ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ബ്രേക്കേഴ്സുകൾ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഇൻസുലേഷൻ പ്രോപ്പർ ആയിട്ട് ഡബിൾ ഇൻസുലേഷൻസുകളൊക്കെ ചെയ്യുക. ഓപ്പൺ ആയിട്ടുള്ള വയറുകൾ കിടക്കാതിരിക്കാവുന്ന രീതിയിൽ ചെയ്യുക. പ്രോപ്പർ ആയിട്ട് ഗ്രൗണ്ടിങ് ചെയ്യുക. എല്ലാ സാധനങ്ങളും എർത്ത് കണക്ഷൻ കൊടുക്കുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സെപ്പറേറ്റ് എക്യുപ്മെന്റ്സുകളും ഗ്രൗണ്ടിങ് കൊടുക്കുക. ഓരോ സെപ്പറേറ്റ് എക്യുപ്മെന്റ്സുകളും ഗ്രൗണ്ടിങ്ങൾ കൊടുക്കുക. ദെൻ ഗ്രൗണ്ട് ഫാൾ ഇന്ററപ്റ്ററുകൾ കൊടുക്കുക. ചില സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കറണ്ട് എർത്തിലോട്ട് പോകാൻ തുടങ്ങും. അപ്പോ കറണ്ട് യൂസേജ് കൂടാൻ തുടങ്ങും. അത് ഡിറ്റക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. എക്സ്പ്ലോഷൻ പ്രൂഫ് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുക. ഇലക്ട്രിസിറ്റി കാരണം ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുക. ഇലക്ട്രിക്കൽ ഐസൊലേഷൻസുകൾ ചെയ്യുക. ഹ്യൂമിഡിഫിക്കേഷൻ. സോ ഈ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഇലക്ട്രിക് എനർജി ഉണ്ടാവും എന്നുള്ളതാണ്. വെറുതെ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു ഹീറ്റ് അല്ലെങ്കിൽ ഒന്നും മൂവ് ചെയ്യുന്നില്ല. ആ മൂവ് ചെയ്യുന്ന സമയത്തും ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനത്തിലോട്ട് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് അവിടെ ഒരു ഫയർ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഫയർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസുകളുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹീറ്റ് ഉണ്ടാവുന്നത് കുറക്കുക എന്നുള്ളതാണ്. ഹീറ്റ് ഉണ്ടാവുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറിയ രീതിയിലുള്ള ഒരു മോയ്സ്ചർ കണ്ടന്റ് അവിടെ വേണം, എന്നാൽ അത് വെറ്റ് ആവാനും പാടില്ല. ആ രീതിയിലുള്ള ഒരു ഹ്യൂമിഡിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ആന്റി സ്റ്റാറ്റിക് മെറ്റീരിയൽസ്, കണ്ടക്ടിവിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ മോയ്സ്ചർ കൂടുതലായിട്ടുള്ള അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. ദെൻ വാർണിംഗ് ഡിവൈസസുകൾ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഷോക്ക് കാര്യങ്ങൾ വരുന്ന സമയത്ത് അലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡിവൈസസുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ദീസ് ആർ ദ എഞ്ചിനീയറിംഗ് കൺട്രോൾസ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് നടക്കുക, പ്രോപ്പർ ആയിട്ടുള്ള വയർ ചെക്ക് ചെയ്യുക, അതുപോലെ ഇലക്ട്രിക് പാനലുകൾ ചെക്ക് ചെയ്യുക, എക്യുപ്മെന്റ്സുകൾ ചെക്ക് ചെയ്യുക, SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യുക, പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം, ഹൈ റിസ്ക് ഇലക്ട്രിക്കൽ ടാസ്കുകളൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പെർമിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളുകളൊക്കെ എടുക്കുക. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുക. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗ, ഫ്ലെയിം റെസിസ്റ്റന്റ് ക്ലോത്ത്, റബ്ബർ മാറ്റ്സുകൾ, അതുപോലെ ഡൈ ഇലക്ട്രിക് ഫുഡ് വെയേഴ്സുകൾ. ദെൻ എമർജൻസി പ്രിപ്പയർനെസ് ചെയ്തു വെക്കുക. അതായത് ഫയർ എക്സ്റ്റിങ്ഷർ, അതുപോലെ സ്മോക്ക് ഡിറ്റക്ടർ, അലാറം സിസ്റ്റം, ഷട്ട് ഓഫ് ബട്ടൺസുകൾ, അതുപോലെ മോക്ക് ഡ്രിൽസുകളൊക്കെ നടത്തുക എന്നുള്ളതൊക്കെയാണ് പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അഗെയിൻ ഫാക്ടറി ആക്ട്, അതുപോലെ തന്നെ ഷെഡ്യൂൾ M, അതിന്റെ കൂടെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷൻ 2010, ഈ പറയുന്ന ഗൈഡ് ലൈൻസുകൾ ഇന്ത്യയിൽ ബാധകമാണ്. ഓഷ, അതുപോലെ NFPA, ദാറ്റ് ഈസ് ദ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷന്റെ 70E എന്ന് പറയുന്ന ഗൈഡ് ലൈൻസുകൾ, അതുപോലെ ഇന്റർനാഷണൽ ഇലക്ട്രോ കെമിക്കൽ കമ്മീഷന്റെ IEC 60364 എന്ന് പറയുന്ന ഗൈഡ് ലൈൻസുകൾ, ഇതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ഓക്കെ, ഇപ്പൊ ഇലക്ട്രിക്കൽ ഹസാർഡ്സിന്റെ കോഴ്സസും പ്രിവെൻഷൻസുകളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ, കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു എക്യുപ്മെന്റ്സുകളും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ റൂം ഫോർ പ്രൊഡക്ഷൻ ഏരിയയിൽ കൊടുക്കുക. അൺഇന്ററപ്റ്റബിൾ ആയിട്ടുള്ള പവർ സിസ്റ്റംസുകൾ, UPS സിസ്റ്റംസുകൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ വെക്കുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് എല്ലാ സാധനങ്ങളും, എല്ലാ എക്യുപ്മെന്റ്സുകളും ടാഗ് ചെയ്യുക, അതിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഡ്രിപ്പ് ബോർഡിൽ കണ്ടിട്ടുണ്ടാവും ഒരു ബട്ടൺ, ടെസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ ഡ്രിപ്പും ഈ ബട്ടൺ വെച്ചിട്ട് ഓരോ ഡ്രിപ്പും ഓൺ ചെയ്യുന്ന സമയത്ത് ഏത് റൂമിലാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ലീക്കേജ് ഉണ്ടാവുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഈ ടെസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത്. അതാണ് ഈ ടാഗിങ് എന്ന് പറയുന്നത്. ഏത് ഏരിയയിലാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഹസാർഡ്സുകൾ വന്നിട്ട് അല്ലെങ്കിൽ ലീക്കേജ് വന്നിട്ടുള്ളതെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Then train the staff for electrical hazard recognition and response. So these are some of the best practices for this area. Now coming to the fire hazards. Fire hazards എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും there will be an inflammable thing, uncontrollable ആയിട്ടുള്ള fire due to the presence of flammable material, ignition source or inadequate fire protection measures. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന അൺകൺട്രോളബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഫയർ ഹസാർഡ്സ് എന്ന് പറയുന്നത്. It may be due to the volatile organic solvent or dust particle or electrical fault or by chemical reactions. So all these are exothermic reaction. അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഒരു റിയാക്ഷൻസുകളായിരിക്കും ഈ പറയുന്ന ഫയർ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഇതിന്റെ കൂടെ ഫയർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, ഈ പറയുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഹസാർഡ്സുകളും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ വരും. ഓക്കെ, ഇനി ഫയർ ഹസാർഡ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒരു ഫയർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 3 സാധനങ്ങളാണ് നിർബന്ധമായിട്ടും വേണ്ടത്. ഫ്യൂയൽ വേണം, ഓക്സിജൻ വേണം, ഒരു ഇഗ്നീഷൻ വേണം. എന്തെങ്കിലും ഒരു സ്പാർക്കിൽ തുടങ്ങിയാൽ മാത്രമേ അവിടെയുള്ള ഫ്യൂയൽ ഓക്സിജന്റെ പ്രസൻസിൽ കമ്പോസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഈ 3 സാധനത്തിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫയർ ഹസാർഡ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇഗ്നീഷൻ സോഴ്സുകൾ നമ്മൾ പ്രിവെന്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഫ്യൂയൽസുകൾ നമ്മൾ പ്രിവെന്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഓക്സിജനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വെക്കണം. ആ ഓക്സിജനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നമ്മൾ പേഴ്സണൽസ് വർക്ക് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ. അപ്പൊ ബാക്കിയുള്ള 2 കാര്യങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് വേണം ഫയർ ഹസാർഡ്സിനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, നൗ അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽസ് വിച്ച് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ ഫ്യൂയലിനനുസരിച്ച് ഫയർ ഹസാർഡ്സിനെ വീണ്ടും ഫ്യൂയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ABCDE എന്ന് പറഞ്ഞിട്ട്. എ എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽ, പേപ്പർ, വുഡ് പോലെയുള്ള സാധനങ്ങളാണ് ക്ലാസ് എ ഫ്യൂയൽസ് എന്ന് പറയുന്നത്. ക്ലാസ് ബി എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, പെട്രോൾ, ഓയിൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ക്ലാസ് സി എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ഗ്യാസസുകളാണ്. ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ അപ്പാരറ്റസുകളാണ്. ക്ലാസ് ഇ എന്ന് പറയുന്നത് കുക്കിംഗ് ഫാറ്റ് ആൻഡ് ഓയിൽസ്. So these are the classification of fuel based on the fire hazards. Now, what are the different causes? First one is flammable chemicals ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് എത്തനോൾ, അസറ്റോൺ പോലെയുള്ള സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ ഓവർലോഡ് വരുന്ന സമയത്ത്, സ്റ്റാറ്റിക് എലർജി ഉണ്ടാവുന്ന സമയത്ത്, അപ്പോ പൗഡർ ഹാൻഡിലിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് യൂഷ്വലി ഈ പൗഡർ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് തമ്മിലുള്ള ഒരു എന്താ പറയാ അബ്രഷൻ കാരണം അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്ന സമയത്ത് ഇവിടെയുള്ള മെറ്റീരിയൽസുകൾ ഫ്ലെയിമബിൾ മെറ്റീരിയൽസുകളാണെങ്കിൽ ഫ്ലെയിം ഉണ്ടാവാനുള്ള ചാൻസസുകൾ ഉണ്ട്. ദെൻ ഇൻഎഡിക്വേറ്റ് വെന്റിലേഷൻ, പ്രോപ്പർ ആയിട്ട് വളട്ടൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ ഫ്യൂം ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ കോൺസെൻട്രേഷനിൽ വളട്ടൈൽ ഗ്യാസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫ്ലെയിമിനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള എക്സോസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന വളട്ടൈൽ ആയിട്ടുള്ള സാധനത്തിനെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഹ്യൂമൻ എറർ, പ്യുവർ ഹാൻഡ്ലിംഗ് പ്രാക്ടീസ്, ഇംപ്രോപ്പർ സ്റ്റോറേജ്, സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള നേച്ചർ കാണിക്കുന്ന സമയത്ത്. ദെൻ മാൽ ഫംഗ്ഷനിങ് ഓഫ് ദി മോട്ടർ, ഹീറ്റിംഗ് ഡിവൈസസ്, ബോയിലർ, ഫാൾട്ടി എക്യുപ്മെന്റ്സുകളൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ മെഷേഴ്സ്? എഞ്ചിനീയറിംഗ് കൺട്രോൾസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം പ്രൂഫ്, എക്സ്പ്ലോഷൻ പ്രൂഫ് ഇലക്ട്രിക്കൽ ഫെസിലിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ വെന്റിലേഷൻ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് എടുക്കുക, എവിടെയുള്ള ഫ്യൂയല് പ്രത്യേകിച്ച് ഗ്യാസിനെയൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ലിക്വിഡ് ആണെങ്കിലും സോളിഡിനേക്കാളും കൂടുതൽ ഫ്ലെയിം എപ്പോഴും ഉണ്ടാവുക ഗ്യാസ് എന്നാണ്. അപ്പൊ ഗ്യാസിനെ എത്രയും പെട്ടെന്ന് എക്സോസ്റ്റ് വഴി നമ്മൾ കളയുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ചാൻസസുകൾ കുറക്കാം. ദെൻ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റംസുകൾ യൂസ് ചെയ്യുക, ലൈക്ക് സ്മോക്ക് ആൻഡ് ഹീറ്റ് ഡിറ്റക്ടേഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓട്ടോമാറ്റിക് ഫയർ സപ്രഷൻ ലൈക്ക് ഇൻസ്റ്റലേഷൻ ഓഫ് സ്പ്രിംഗ്ലർ, ഫോം സിസ്റ്റം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അപ്പോൾ ഇവിടെയും 2 രീതിയിലുള്ള മെറ്റീരിയൽസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽസുകൾ ഒരു ചാൻസ് ആണ്. രണ്ടാമത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. ഇതിന് രണ്ടിന്റെയും സേഫ് ആയിട്ടുള്ള ഹാൻഡിലിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. SOP ഫോർ ഫയർ ആൻഡ് സേഫ്റ്റി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ ഉണ്ടാവും. ദെൻ ഹോട്ട് വർക്ക് പെർമിറ്റ്, വെൽഡിംഗ്, കട്ടിംഗ് ഓപ്പറേഷൻസ്, ഇതൊക്കെ അത്രയും സേഫ് ആയിട്ട് മാത്രം പെർമിറ്റ് ചെയ്യാം. ഇതൊക്കെ എന്തായാലും സ്പാർക്ക് വരുന്ന സാധനങ്ങളാണ്, വെൽഡിംഗ് അതുപോലെ കട്ടിംഗ് പോലെയുള്ള സാധനങ്ങൾ. ദെൻ കെമിക്കൽ സെഗ്രിഗേഷൻ, സെപ്പറേഷൻ ഓഫ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആസ് വെൽ ആസ് ഓക്സിഡൈസിങ് ഏജന്റ്സ്. ദെൻ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സുകൾ ഉണ്ട്, ABC ഫോം എന്നൊക്കെ പറയും. ദെൻ ഫയർ ഹൈഡ്രന്റ് ഹോഴ്സുകൾ, ആക്സസിബിൾ ആയിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ റെഗുലേഷൻസുകളും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ സാധാരണഗതിയിലുള്ള സേഫ്റ്റി എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിന്റെ പൈപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ഫയർ ട്രക്ക് ഒക്കെ വരുന്ന സമയത്ത് അത് വരാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റോഡും മെയിൻ്റനൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പൈപ്പിലോട്ട് കണക്ട് ചെയ്യാനുള്ള സ്ഥലം വരെ വണ്ടി എത്തുന്ന രീതിയിൽ, അവരെ ഫയർ ട്രക്കുകൾ എത്തുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ എമർജൻസി പ്രിപ്പയർനെസ് ആയിട്ട് ഫയർ ഡ്രിൽസുകൾ, അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് ഡോറുകൾസ് മാൻഡേറ്ററി ആയിട്ടുള്ള സാധനമാണ്. നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ലേ ഔട്ടിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ എമർജൻസി എക്സിറ്റ് റൂട്ടുകൾ എന്ന് പറയുന്നത്. ഫയർ അലാം, ഇതൊക്കെയാണ് ഇതിന്റെ
പ്രിവെൻഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഡിറ്റക്ഷൻ ഓഫ് ഫയർ ഹസാർഡ്സുകൾ ബൈ യൂസിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് automatic detection system like thermal expansion detector, heat sensitive insulators, photoelectric fires, ionizing radiation sensors, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഫയർ ഹസാർഡ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സിസ്റ്റംസുകൾ യൂസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പ്രിവെൻഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സുകൾ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സുകളാണുള്ളത്: വാട്ടർ, ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഡ്രൈ കെമിക്കൽ പൗഡേഴ്സ് ആൻഡ് CO2 ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. അപ്പൊ ഇതിന്റെയൊക്കെ ഏതൊക്കെ സാധനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്യൂവൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണഗതിയിൽ വാട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വുഡ്, പേപ്പർ പോലെയുള്ള അതിൽ നിന്നുണ്ടാവുന്ന ഫയറിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫോം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേമബിൾ ലിക്വിഡിനെയും കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈ പൗഡേഴ്സ് വരുന്ന സമയത്ത് ഫ്ലെയിമബിൾ ഗ്യാസസുകൾ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്നൊക്കെ ഉള്ളത് കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്നുള്ള, അതുപോലെ കുക്കിംഗ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് എന്നൊക്കെയുള്ള ഫയേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, so this is the fire extinguishers, and these are some of the regulatory guidelines like Factory Act 1948, National Building Code of India, then CDSCO and Scheduled M, then OSHA, NFPA standards, GMP guidelines. These are the different guidelines to be followed for the safety of fire hazards. Now coming to the pharmaceutical hazards, നമ്മുടെ സിലബസിൽ തന്നെ pharmaceutical hazards എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വരുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, എർഗോണോമിക്സ് ആൻഡ് സൈക്കോ സോഷ്യൽ റിസ്ക് പ്രസന്റ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ എൻവിറോൺമെന്റൽ വിച്ച് കോസ് ഹാം ടു ദ വർക്കേഴ്സ് ആസ് വെൽ ആസ് പ്രൊഡക്റ്റ് ഓർ എൻവിറോൺമെന്റ്. ഇതിനെല്ലാം സം ടോട്ടൽ ആയിട്ട് പറയുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ചിലത് കെമിക്കൽ രൂപത്തിലാണ് ഹസാർഡ്സ് ഉണ്ടാവുക, ചിലത് ഫിസിക്കൽ ആയിട്ടുള്ള മെക്കാനിക്കൽ ഹസാർഡ് രൂപത്തിലാണ്, ചിലത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് ആണ് ഉണ്ടാവുക. ഇനി ഇതിൽ പറയാത്ത 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസുകൾ അല്ലെങ്കിൽ ബയോ റിയാക്റ്റീവ് മെറ്റീരിയൽസുകൾ, വാക്സിൻസുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഏരിയ എന്ന് അറിയാതെ വരാനുള്ള ഹസാർഡ്സുകളാണ് ഈ പറയുന്ന ഹസാർഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫിസിക്കൽ ഹസാർഡ്സിൽ നമ്മൾ മെക്കാനിക്കൽ ഹസാർഡ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ കുറച്ച് ഹസാർഡ്സ് കൂടിയുണ്ട്. നോയിസ് ഹസാർഡ്, ഹീറ്റ്, പ്രഷർ വെസൽ, ഇതൊക്കെ അതർ മെക്കാനിക്കൽ ഹസാർഡ്സ് അല്ലാത്ത കുറച്ച് ഫിസിക്കൽ ഹസാർഡ്സുകളാണ്. കെമിക്കൽ ഹസാർഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, മെക്കാനിക്കൽ ഹസാർഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതുപോലെ ഫയർ എക്സ്പ്ലോഷൻ ഹസാർഡ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ എർഗണോമിക് ഹസാർഡ്സ് എന്ന് പറയുന്നത് വർക്ക് സ്റ്റേഷന്റെ പുവർ ഡിസൈൻ കാരണം, അതായത് ഒരാള് അയാളുടെ എനർജി സ്പെൻഡ് ചെയ്തിട്ടാണ് അയാൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റി അവിടെ കൊടുക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഹസാർഡ്സുകളാണ്. ചിലപ്പോ പിന്നെ എന്താ പറയാ, സാനിറ്റൈസേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസുകൾ, ഇതൊക്കെ ഒരു ഹസാർഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ലേ ഔട്ട് ചെയ്യാത്തത് കൊണ്ട് അയാൾ സ്ഥിരമായിട്ട് ഒരേ സാധനം റിപ്പീറ്റ് ആയിട്ട് ഒരേ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കാം. പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനിങ് നടത്തി കഴിഞ്ഞാൽ ഈ റിപ്പീറ്റഡ് ടാസ്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ലേ ഔട്ട് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് ഇയാൾ വീണ്ടും അയാളുടെ എനർജി അവിടെ ഹസാർഡ് ആയിട്ടുള്ള രീതിയിൽ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സൈക്കോ സോഷ്യൽ ഹസാർഡ്, നമ്മൾ ആരും കൺസിഡർ ചെയ്യാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹസാർഡാണ് ഈ പറയുന്ന ഹസാർഡ് എന്ന് പറയുന്നത്. ഒരാളുടെ വർക്ക് പ്രഷർ എത്രത്തോളം ഉണ്ട്, അയാളുടെ സ്ട്രെസ് എത്രത്തോളം ഉണ്ട്, അയാളുടെ ഷിഫ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാത്ത രീതിയിൽ 8 hours ജോബ്, നമ്മൾ ഒഫീഷ്യലി ഫാക്ടറി ആക്ട് പ്രകാരം 8 hours ജോബ് ഒക്കെയാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ ബ്രേക്ക് 1 hour ബ്രേക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അതൊന്നും കൺസിഡർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വർക്ക് കൊടുക്കുന്ന സമയത്ത് അയാളുടെ സോഷ്യൽ ആയിട്ടുള്ള, അതുപോലെ സൈക്കിക് ആയിട്ടുള്ള, മെന്റൽ ആയിട്ടുള്ള ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ബയോളജിക്കൽ ഹസാർഡ്സ് മാത്രം ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡിൽ നോട്ട് ചെയ്യാം. കാരണം ഇത് മാത്രമാണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് വാക്സിൻസുകൾ, ബ്ലഡ് പ്രൊഡക്ട്സുകൾ, ആന്റിബയോട്ടിക്സുകളൊക്കെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്
കുറേയധികം ഇൻഫെക്ഷൻസുകൾ, അലർജിക് റെസ്പോൺസസുകൾ, ക്രോസ് കണ്ടാമിനേഷൻസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളൊക്കെ വരാനുള്ള ചാൻസസുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രിവെൻഷൻസുകൾ നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിട്ടുണ്ടാവണം. ദെൻ എർഗണോമിക്സ് ഹസാർഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സൈക്കോ സോഷ്യൽ ഹസാർഡ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇതിനെ മൊത്തത്തിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം ഹസാർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഒരു കോമൺ ആയിട്ടുള്ള പ്രോട്ടോകോൾ പറയാണ് എന്ത് ഹസാർഡ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ത്രൂ ദ ഇൻസ്പെക്ഷൻ, ഓഡിറ്റ് ആസ് വെൽ ആസ് ഇൻസിഡന്റ് റിപ്പോർട്ട്. ദെൻ അതിന്റെ റിസ്ക് അസസ്മെന്റ് നടത്തണം ബൈ ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്. Then we have to use some kind of control measure, hierarchical control, by how to eliminate that, how to substitute that, how can we control by engineering, how can we administrate by using administrative controls, and by using personal protection environment അല്ലെങ്കിൽ കിറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട്. ദെൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ പറയുന്ന ഹസാർഡ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കൺട്രോൾ മെഷേഴ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ എൻവിറോൺമെന്റൽ ആൻഡ് പേഴ്സണൽ എക്സ്പോഷർ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ആൻഡ് ആസ് ഫോർ ദ ഡോക്യുമെന്റേഷൻ, GMPയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനും, സേഫ്റ്റി പ്രോട്ടോകോൾസുകളും, മെറ്റീരിയൽ സേഫ്റ്റി ഡീവിയേഷൻ റിപ്പോർട്ട്സുകളും, അതുപോലെ തന്നെ ഡീവിയേഷൻ ഓഡിറ്റ്സുകളൊക്കെ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നടത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ റെഫറൻസസ് ഫോർ ദി സെഷൻ. ആൻഡ് അഗെയിൻ, വൺസ് അഗെയിൻ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സുകൾ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 ഹസാർഡ്സിന്റെ പേരെടുത്ത് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഹസാർഡിന്റെ പേരെടുത്ത് ചോദിക്കാം. എനി 2 എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടോ, ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടോ, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞു, ഫയർ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടോ, ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടോ പേരെടുത്തിട്ട് ഏതെങ്കിലും ഒരു ഹസാർഡ്സിന്റെ കോസസ് ആൻഡ് പ്രിവെൻഷൻ, ഇതാണ് ആൻസർ എഴുതുമ്പോൾ ഡെഫിനിഷൻ എഴുതണം. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഹസാർഡ്സുകൾ ഉണ്ടാവുന്നത്, അതിനെങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹസാർഡ്സ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. So we have discussed about the different types of hazards like mechanical, chemical, electrical, fire and pharmaceutical hazard and their causes and prevention. Hope it is clear. Thank you.